നമ്മുടെ ഏറ്റവും പുതിയ എർട്ടിയ ടൂറിനെ നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ. നമ്മൾ വന്നിരിക്കുന്ന ഏറ്റവും പുതിയ എർട്ടിയ ടൂറാണ് നമ്മളിത്. നമ്മുടെ എർട്ടിയ ടൂർ എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ നോർമലുള്ള എർട്ടിയ VXi സെയിം ഫീച്ചേഴ്സ് വരുന്ന വണ്ടിയാണ് നമ്മുടെ എർട്ടിയ ടൂറായിട്ടും വരുന്നത്. ടൂർ M എന്നാണ് ഇതിന് പറയുന്നത്. ടാക്സി പർപ്പസിൽ വരുന്ന എർട്ടിയയ്ക്ക് പറയുന്നത് ടൂർ M എന്നാണ് പറയുന്നത്. നമുക്ക് പ്രൊജക്റ്റഡ് ഹെഡ്ലാംപ്സ് കാണാം, ഹാലജനാണ് വരുന്നത്. പിന്നെ ഫ്രണ്ട് ഗ്രില്ലിൽ ക്രോം വരുന്നുണ്ട്, അത് പുതിയൊരു ഡിസൈനാണ് വരുന്നത്, എലമെൻ്റാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് വരുമ്പോഴത്തേന് ഫോഗ് ലാമ്പ് നമുക്ക് വരുന്നില്ല. വരുമ്പോഴത്തേന് നമുക്ക് വീൽ കപ്പ് വരുന്നുണ്ട്. മിററിൽ തന്നെയാണ് നമ്മുടെ ഇൻഡിക്കേറ്ററും വരുന്നത്. നമുക്ക് റിമോട്ട് സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്. ലോക്കിൻ്റെ അൺലോക്കിൻ്റെ ബട്ടൺ അകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. സൈഡ് പ്രൊഫൈൽ ഇങ്ങനെയാണ് വരുന്നത്. പുതിയ എർട്ടിയയ്ക്ക് നമുക്ക് ഇൻബിൽറ്റായിട്ട് തന്നെ സ്പോയിലറും വരുന്നുണ്ട്. നല്ല ഭംഗിയോട് കൂടിയ ഒരു സ്പോയിലറാണ് ഇൻബിൽറ്റായിട്ട് തന്നെ വരുന്നത്. പിന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ആണ്, അതിൻ്റെ ഒരു ബാഡ്ജിങ് നമുക്ക് കാണാം. നമുക്ക് ടൂർ M എന്ന് പറഞ്ഞിട്ട് ടാക്സി ആയതുകൊണ്ട് ടൂർ M എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ബാഡ്ജിങ് കാണാം. ടെയിലാമ്പെല്ലാം ബേസ് വേരിയൻ്റ് തൊട്ട് ഫുൾ ഓപ്ഷൻ വരെ സെയിം ഇതിലാണ് വരുന്നത്. നമുക്ക് VXiയിൽ നമുക്കിവിടെ ക്രോം ഫിനിഷിങ് വരുന്നില്ല. നമുക്ക് ഈ ടാക്സി പർപ്പസിൽ വരുന്നതിന് ആ ഒരു ക്രോം ഫിനിഷിങ് വരുന്നില്ല. പിന്നെ സെൻസേഴ്സ് എല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു റിഫ്ലക്ടറും വരുന്നുണ്ട്. അതാണ് ബാക്ക് സൈഡിലെ നമുക്ക് കാഴ്ചകൾ. നമുക്ക് അകവശം കൂടെ ഒന്ന് നമുക്ക് നോക്കാം. 4 ഡോറിൻ്റെയും പവർ വിൻഡോ സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഡോറിൻ്റെ ലോക്കിൻ്റെ അൺലോക്കിൻ്റെ സ്വിച്ച്, മിറർ നമ്മൾ ലോക്ക് ചെയ്യുന്നത്, മിറർ നമുക്ക് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിളിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ മിറർ നമുക്ക് ഫോൾഡിങ്ങിൻ്റെ സ്വിച്ചസും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വിച്ച് ഇട്ട് കഴിയുമ്പോഴത്തേന് 2 സൈഡിലെ സ്വിച്ച് നമുക്ക് ഫോൾഡ് ആക്കണം. പിന്നെ ഡ്രൈവർ സൈഡ് ഒന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്. ഡോർ ഹാൻഡിലിന് നമുക്കൊരു ക്രോം ഫിനിഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നല്ല ഭംഗിയുണ്ട്. ഇവിടെ വരുമ്പോഴത്തേന് AC വെൻ്റ് അത് ഓൺ ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. താഴേക്ക് വരുമ്പോഴത്തേന് ഇവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ഒരു ഫീച്ചേഴ്സാണ്. റിയറിൽ AC വെൻ്റ് നമുക്ക് പുതിയ എർട്ടിയയ്ക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കിവിടെ വേണമെങ്കിൽ ഓഫ് ചെയ്തും വേണമെങ്കിൽ നമുക്കിവിടെ വേണമെങ്കിൽ ഇടാം. ബാക്ക് സീറ്റിൽ ആരും ഇരിപ്പില്ലെങ്കിൽ നമുക്കത് ഓഫ് ചെയ്തിടാം. ഉണ്ടെങ്കിൽ നമുക്ക് റിയർ AC വെൻ്റ് നമുക്ക് വേണമെങ്കിൽ ഓണാക്കി വേണമെങ്കിൽ ഇടാം. പിന്നെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ സ്വിച്ച്, ഐഡിൽ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെ ഒരു സ്വിച്ചസ് കൊടുത്തിട്ടുണ്ട്. ഹെഡ്ലാമ്പിൻ്റെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ചെറിയൊരു പോക്കറ്റ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടി, എന്തെങ്കിലും മൊബൈൽസോ കാര്യങ്ങളോ വല്ലതും വെക്കാൻ വേണ്ടി നമുക്കിവിടെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് സ്റ്റിയറിംഗ് വന്നിട്ട് നമുക്ക് ടിൽറ്റ് സ്റ്റിയറിംഗ് ആണ് വരുന്നത്. നമുക്ക് ഓഡിയോ കൺട്രോൾസും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കോളിംഗ് കൺട്രോൾസും നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ക്ലസ്റ്റർ ഓണായി വരുമ്പം തന്നെ നമുക്ക് ഈ വണ്ടിക്ക് സ്റ്റാൻഡേർഡ് ഫീച്ചേഴ്സായിട്ട് 6 എയർ ബാഗ് വരുന്നുണ്ട്. ആ എയർ ബാഗിൻ്റെ സീറ്റ് ബെൽറ്റ് റിമൈൻഡറിൻ്റെയും നമുക്കൊരു ഫങ്ഷൻ്റെ ഒരു ഗ്രാഫ് ഇവിടെ തന്നെ വരുന്നുണ്ട്. സ്റ്റീരിയോ വന്നിട്ട് നമുക്ക് നോർമൽ സ്റ്റീരിയോ ആണ് വരുന്നത്, ടച്ച് സ്ക്രീൻ അല്ല വരുന്നത്. പക്ഷേ 4 ഡോറിലും നമുക്ക് അതിൻ്റെ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. എല്ലാ ഡോറിലും സ്പീക്കർ വരുന്നുണ്ട്. നമുക്ക് ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പെൻ ഡ്രൈവും കാര്യങ്ങളും എല്ലാം കുത്തുന്നത് ഇവിടെയാണ്. 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് ഉണ്ട്. AC വന്നിട്ട് നമുക്ക് നോർമൽ AC ആണ് വരുന്നത്, ഓട്ടോമാറ്റിക് AC അല്ല വരുന്നത്. പിന്നെ നമുക്കിവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ താഴെയായിട്ട് നമുക്കിവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് കൈയൊക്കെ വെക്കാൻ വേണ്ടി ഇവിടെ ഒരു ആംറസ്റ്റും വരുന്നുണ്ട്. ആംറസ്റ്റിൻ്റെ അകത്ത് ചെറിയൊരു സ്റ്റോറേജും വരുന്നുണ്ട്. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോഴത്തേന് നമുക്ക് മേജറായിട്ടുള്ള മാറ്റം പുതിയ എർട്ടിയയിലേക്ക് വരുമ്പോഴത്തേന് ടോപ്പിലെ AC വെൻ്റ് നമുക്ക് സെൻട്രൽ കൺസോളിലേക്ക് മാറിയിട്ടുണ്ട്, സെൻട്രലിലേക്ക് മാറിയിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ ചാർജിങ് സോക്കറ്റും കൊടുത്തിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ഒരു മാറ്റം വന്നിരിക്കുന്നത്. സെക്കൻഡ് റോ സീറ്റ് നമുക്ക് പകുതിയായിട്ട് ഫോൾഡും ചെയ്യാം. നമുക്ക് ഏറ്റവും റിയറിലേക്ക് നമുക്ക് കയറാൻ വേണ്ടി നമുക്ക് ഈ സീറ്റിൻ്റെ സെക്കൻഡ് റോ സീറ്റിൻ്റെ മുകളിൽ തന്നെ നമുക്ക് ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരെ ഫുള്ളായിട്ട് തിരിച്ചിങ്ങനെ മറിച്ചിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിലേക്ക് നീങ്ങി നിൽക്കും. അതുവഴി നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ബാക്കിലേക്ക് നമുക്ക് കയറാൻ പറ്റും. ബാക്ക് സീറ്റ് നമുക്ക് പകുതിയായിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാനും പറ്റും. എല്ലാ സീറ്റിനും നമുക്ക് ഹെഡ് റെസ്റ്റും വരുന്നുണ്ട് കേട്ടോ. തേർഡ് റോയിലേക്ക് വന്നു കഴിയുമ്പോഴത്തേന് മേജറായിട്ടുള്ള മാറ്റം വന്നിരിക്കുന്നത്, അപ്ഡേഷൻ വന്നിരിക്കുന്നത്, നമുക്ക് തേർഡ് റോയിൽ നമുക്ക് AC വെൻ്റ് വരുന്നുണ്ട്. അതിൻ്റെ റെഗുലേറ്ററും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2 AC യുടെ ഒരു വെൻ്റ് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. കപ്പ് ഹോൾഡറും കൊടുത്തിട്ടുണ്ട്.
രണ്ട് സൈഡിലും കപ്പ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. AC വെൻറ്റ് വന്നിട്ട് നമുക്ക് വൺ സൈഡ് റൈറ്റ് സൈഡിൽ മാത്രമേ ഉള്ളൂ AC വെൻറ്റ് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം നമുക്ക് കൊടുത്തിട്ടുണ്ട്. ലൈറ്റും ഇവിടെ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് തുറക്കുന്നത് നമ്മുടെ S എന്ന് പറഞ്ഞ എംബ്ലത്തിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഹാൻഡിൽ വരുന്നത്. ഇവിടെ തുറന്നു കഴിഞ്ഞാൽ ഇത്രയും ഒരു സ്പേസ് നമുക്കുണ്ട്. നമുക്കിവിടെ സീറ്റ് നമുക്ക് കുറച്ച് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിവിടെ വെക്കാം. കുറച്ചുകൂടെ ചാരിയിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് വെക്കാം. സീറ്റ് നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് രണ്ട് സീറ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് കുറച്ചുകൂടെ ലഗേജും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞാൽ ബെഡ് പോലെ തന്നെ വരുന്നുണ്ട്. ഇഷ്ടംപോലെ സ്പേസും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ബാക്ക് സൈഡ് സീറ്റിൻ്റെ പുറകിൽ നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് വരുന്നുണ്ട്. ചെറിയ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയൊരു സ്റ്റോറേജ് നമുക്കിവിടെ തന്നെ വരുന്നുണ്ട്. സ്പെയർ വീല് നമുക്ക് താഴെയായിട്ടാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ടൂള് ഇതിങ്ങനെ തിരിച്ചിട്ടാണ് നമുക്ക് സ്പെയർ വീൽ എടുക്കുന്നത്. നമ്മുടെ സ്പെയർ വീല് ഇവിടെ അടിയിൽ തന്നെയാണ് വരുന്നത്. അപ്ഡേഷൻ വരുന്നത് നമുക്ക് ജാക്കി വന്നിട്ട് നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലായിട്ടാണ് ഇപ്പം വരുന്നത്. ബാക്കി ടൂൾ കിറ്റും കാര്യങ്ങളും എല്ലാം പുറകിൽ തന്നെ വരും. മാരുതിയിലെ ഏറ്റവും പുതിയ എഞ്ചിനാണ് ഇതിന് ടേക്ക് വരുന്നത്. 1.5 ലിറ്റർ എഞ്ചിനാണ്. K15C കാറ്റഗറി വരുന്ന എഞ്ചിനാണ്. ഇതിൻ്റെ പവർ വന്നിട്ട് 101.64 BHP ആണ്. ടോർക്ക് വന്നിട്ട് 139 ന്യൂട്രൺ മീറ്റർ ആണ് വരുന്നത്. മൈലേജ് 20.3 കിലോമീറ്റർ ആണ് മൈലേജ് വരുന്നത്. CNGയിൽ 26.11 ആണ് നമുക്ക് മൈലേജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു എർട്ടിയ ടൂറ് ടാക്സി മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും AVG മോട്ടോഴ്സിലേക്ക് വരിക. അല്ലെങ്കിൽ താഴെ പറയുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്ത് പുതിയ വണ്ടി ഡെലിവറി ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.